ഹായ് ആൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് ആണ്. സോ അതിൻ്റെ മെയിൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക, അതിൻ്റെ സെൻറ്റർ മടക്കുക. അപ്പം രണ്ട് പോർഷൻ കിട്ടും. ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്ക് കവർ വരിക, റൈറ്റ് സൈഡാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അതിൽ ഫ്രണ്ട് പോർഷനിൽ ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതുക, പിന്നീട് താഴെ ഒരു ചിത്രം ട്രേസ് ചെയ്യുക, വരയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് അതൊക്കെ കളർ ചെയ്ത് നല്ല ഭംഗിയാക്കുക. പിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സോക്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ക് കൊടുക്കാം. സാന്താക്ലോസോ ക്രിസ്മസ് ട്രീയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാം. പിന്നെ നമ്മുടെ പിക്ക് ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫൈൻ ടിപ്പ് പെന്നോ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓരോന്നും ഓരോ കളർ വെച്ച് ചെയ്യുക. അതുപോലെ സൈഡിൽ ഒരു സിമ്പിൾ കൊടുക്കണം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് കൊടുത്തത്. നിങ്ങൾക്ക് റൗണ്ടോ സ്ക്വയറോ ഹാർട്ട് ഷേപ്പോ ഒക്കെ കൊടുക്കാം. ഇനി A4 ഷീറ്റ് നടുവേ മടക്കുക. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ ക്ലിയർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. അതുപോലെ അതിൻ്റെ താഴെ ഭാഗവും ക്ലിയർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. പിന്നെ നേരത്തെ ഞാൻ ബാർകോഡ് മാർക്ക് ചെയ്യാൻ മറന്നിരുന്നു, അതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ക്ലിയർ ടേപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ബ്ലൈൻഡ് ബാഗ്സിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, സ്ക്വിഷി, മിനി നോട്ട്ബുക്ക്, 2 പെൻസിൽ ടോപ്പേഴ്സ്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇതൊക്കെയാണ് ഒരു ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗിൽ വെക്കുന്നത്. അത് ലെജൻഡറി ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മിനി ഗ്രീറ്റിംഗ് കാർഡും ബുക്ക് മാർക്കും, ഒരു മിനി നോട്ട്ബുക്കും, 2 പെൻസിൽ ടോപ്പേഴ്സും, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും, ഇതൊക്കെയാണ് രണ്ടാമത്തെ ബ്ലൈൻഡ് ബാഗിൽ വെക്കുന്നത്. അത് എപ്പിക് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക. ഞാനൊരു പഴയ കോളേജ് നോട്ടിലെ പേജാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വെക്കാനുള്ള സാധനം അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് നോക്കും, സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അടിവശം ഒട്ടിക്കുക, അതുപോലെ റൈറ്റ് സൈഡും ഒട്ടിക്കുക. ബ്ലൈൻഡ് ബാഗ്സിൽ അധികം നമ്മളിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാട്ടോ ഒട്ടിക്കാറ്. ഇനി ഈ ബ്ലൈൻഡ് ബാഗിൽ ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേഷൻ മാർക്കോ അങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു സർപ്രൈസ് അല്ലേ, അതുകൊണ്ട് ഞാൻ എക്സ്ക്ലമേഷൻ മാർക്കാണ് ഈ ബാഗിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ മേലെ വശം, അതായത് 2 സൈഡ് നമ്മൾ ഓൾറെഡി സ്റ്റിക്ക് ചെയ്യും. മൂന്നാമത്തെ ഒരു സൈഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് വിടുന്നുണ്ടല്ലോ, അവിടെ ടോപ്പിലൂടെ ഒരു ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു കുഞ്ഞ് സിസറിൻ്റെ ചിത്രം കൂടി ആ ലൈനിൽ വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയാണ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് കവറും ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. അതിന് ഒരു കോളേജ് നോട്ടിൽ പേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ വെച്ച് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുവരെ ചെയ്ത പോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സൈഡുകൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇങ്ങനെ ഒരേപോലത്തെ 2 ബ്ലൈൻഡ് ബാഗ് കവർ സെറ്റ് ചെയ്തതല്ലേ, അതിൻ്റെ 2 മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പേരെ കൊണ്ടും എടുപ്പിക്കണം. അപ്പോൾ ചിത്രങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് അവർക്ക് കാണുമ്പോൾ തന്നെ ഏത് ബാഗാണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് 2ഉം സെയിം കവർ തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് മിനി നോട്ട്ബുക്കിൻ്റെ കവറാട്ടോ. ഇതിന് ഞാനൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. നെക്സ്റ്റ് മിനി നോട്ടിനും ബാക്കി സ്റ്റിക്കേഴ്സിൻ്റെ 2 സെറ്റിനും ഈ ഒരു ടൈപ്പ് ഓഫ് കവർ തന്നെയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിന് കാണിക്കുന്നില്ല. പെൻസിൽ ടോപ്പേഴ്സിന് വെക്കുന്ന കവറിന് മാത്രം കുറച്ച് മാറ്റമുണ്ട്. പെൻസിൽ ടോപ്പേഴ്സിൻ്റെ കവർ ഞാൻ ഈ ടോഫിൻ്റെ ഒക്കെ കവർ പോലെയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് പാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴെക്കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടോഫിൻ്റെ ഒക്കെ കവറിൽ ഇങ്ങനെ ഉണ്ടാവാറില്ലേ, അതുപോലെ. ഇനി 2 ബാഗിലേക്ക് വേണ്ടത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഈ 2 കിറ്റിലേക്കും വേണ്ടത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കണ്ടത് നമ്മുടെ ഒരു കാർഡുമിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലും ഞാൻ ക്വസ്റ്റ്യൻ മാർക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ കവറിൻ്റെയും മേലെ ഡോട്ടഡ് ലൈൻസും ആ കുഞ്ഞു കത്രികയും മാർക്ക് ചെയ്യണം കേട്ടോ. ഈ മെയിൻ കവറുമിലും മാർക്ക് ചെയ്യണം. ആക്ച്വലി ഞാനത് വിട്ടുപോയതാണ് ചെയ്യാൻ.
ഇതുപോലെ ഇനി ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, ഇങ്ങനെ നടുമടക്കുക, എന്നിട്ട് പുറത്ത് യു ഗോട്ട് എന്ന് എഴുതുക. എന്നിട്ട് ഉൾവശത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മൾ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തിട്ടില്ലേ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി. അപ്പോൾ അതിലേത് സെറ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വേണം ഇതിൽ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ കവറിൽ ഏറ്റവും മേലെ തന്നെ വരുന്ന രീതിയിൽ അത് വയ്ക്കുക. സോ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം ആ പീസ് ഓഫ് പേപ്പർ ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് മനസ്സിലാവണം അവർക്ക് ഏത് കിറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബ്ലൈൻഡ് ബാഗിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും മേക്കിംഗ് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡിയായി. ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്